ഒരുപാട് സൈഡ് ക്യാരക്ടേഴ്സ് ഉള്ള അനിമെ ലോകത്ത് മെയിൻ ക്യാരക്ടേഴ്സിനെ പോലും സൈഡാക്കാൻ പാകത്തിന് ക്രിയേറ്റർ പടച്ചു വെക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ബ്ലാക്ക് ക്ലോവർ യൂനോ ആയാലും ഡെത്ത് നോട്ടിൽ എല്ലായാലും നറൂട്ടോയിൽ ഇറ്റാച്ചിയും സസുകെ അടങ്ങുന്ന കഥാപാത്രങ്ങളായാലും ഒരുപാട് കഥാപാത്രങ്ങൾ നിലവിൽ തന്നെയുണ്ട്. വൺ പീസിന്റെ കാര്യത്തിൽ അത് സോറോ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. തന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ലോയാലിറ്റി കൊണ്ടും കാണികളെ അമ്പരപ്പിച്ച സോറോ എന്ന ലൂഫിയുടെ വലങ്കൈ. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായി വഴിതെറ്റു എന്നുള്ള പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിനും സോറോ മുൻപന്തി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ക്രൂവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം വെച്ചായാലും പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്ന രീതി വെച്ചായാലും ക്രിയേറ്റർ സോറോയെ ആദ്യം തീരുമാനിച്ചത് ബഗ്ഗിയുടെ ബോഡി ഗാർഡായിട്ടായിരുന്നു. പിന്നീടാണ് പുള്ളിക്കാരൻ സോറോയെ ലൂഫിയുടെ കൂട്ടത്തിൽ വിട്ടത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന സോറോയെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്തായാലും ഒട്ടും വൈകാതെ നമുക്ക് സോറോയെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് ആനിമി കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ആനിമൊറേറ്റർ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ സബ് ചെയ്തേക്കുക. ഷിമുട്സുക്കി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സോറോയുടെ കഥ തുടങ്ങുന്നത്. സോറോയുടെ ഒരു ഡോജോയിൽ വാൾപ്പയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രായത്തിലും സോറോ അതീവ ശക്തനായിരുന്നു. തന്നേക്കാൾ പ്രായത്തിന് മുതിർന്നവരെയും സമപ്രായക്കാരെ എല്ലാം സോറോയ്ക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിലെ ഒരാളെ മാത്രം തോൽപ്പിക്കാൻ സോറോയ്ക്ക് സാധിച്ചിരുന്നില്ല. അതായിരുന്നു അവിടുത്തെ ഡോജോ മാസ്റ്ററുടെ മകളായ കുയിന. സോറോ ഏകദേശം 2000 തവണ കുയിനയോട് തോറ്റു. ആ ചെറിയ പ്രായത്തിലെ സോറോ അങ്ങനെ തോറ്റു കൊടുക്കുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു. ഇത്ര തവണ തോറ്റിട്ടും അവന് വീണ്ടും മത്സരത്തിനെ വെല്ലുവിളിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. സോറോ കുയിനെ തന്റെ ഏറ്റവും മികച്ച റൈവലായി കണ്ടിരുന്നു. എങ്ങനെയും കുയിനെ തോപ്പിച്ചാമെന്നുള്ള മൈൻഡായിരുന്നു സോറോയ്ക്ക് എപ്പോഴും. നിരന്തരം ഏറ്റുമുട്ടിയിരുന്നെങ്കിലും ഇവർക്ക് രണ്ടുക്കും ശരിക്കും ഒരേപോലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സോർട്സ്മാൻ ആകണമെന്ന്. കുയിന സോറോയോട് പറയും, നമ്മൾ ആരെങ്കിലും ഒരാൾ ലോകത്തിലെ മികച്ച സോർട്സ്മാൻ ആകുമെന്ന്. പക്ഷെ വിധി എന്ന് പറയുന്നത് അവർ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചു. ഡോജോ മാസ്റ്ററുടെ മകളായ കുയിന മരണപ്പെട്ടു. അവളുടെ ഡെത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് സോറോയിലായിരുന്നു. കുയിന ഉപയോഗിച്ചിരുന്ന വാള് അവൻ മാസ്റ്ററിനോട് ചോദിച്ചു വാങ്ങിച്ചു. അവൾക്ക് വേണ്ടി കൂടി ലോകത്തിലെ ഏറ്റവും മികച്ച സോർട്സ്മാൻ ആകുമെന്ന് സോറോ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു. പിന്നെ അങ്ങോട്ട് കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളായിരുന്നു. വളർന്നു വലുതായപ്പോൾ ഈ കഥാപാത്രം ജീവിക്കാനായി കടൽക്കൊള്ളക്കാരെ പിടിച്ച് പ്രതിഫലം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അവനെ ലോകം പൈററ്റ് ഹണ്ടർ സോറോ എന്ന് വിളിച്ചു. ഒരിക്കൽ മറൈൻസിന്റെ പിടിയിലായ സോറോയെ ക്രൂരനായ ക്യാപ്റ്റൻ മോർഗൻ വധിക്കുവാൻ തീരുമാനിച്ചു. അവിടെ വെച്ചാണ് സോറോ ലൂഫി ആദ്യമായിട്ട് കാണുന്നത്. ലൂഫിക്ക് സോറോയെ പോലെ ഒരാളെയായിരുന്നു തന്റെ ക്രൂവിലേക്ക് ആവശ്യം. പക്ഷെ സോറോയ്ക്കാകട്ടെ ഒരു പൈററ്റ് ആകുന്നതിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. പൈററ്റുകളെ പിടിച്ച് ബൗണ്ടി മേടിച്ച് തന്റെ ജീവിതം കൊണ്ടുപോയിട്ടിരുന്ന സോറോയ്ക്ക് ഒരു പൈററ്റ് ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ലൂഫി സോറോയെ അവിടെ വെച്ച് രക്ഷിക്കുകയും പിന്നീട് തന്റെ ക്രൂവിൽ ചേരാൻ വേണ്ടി കൺവിൻസ് ചെയ്ത് എങ്ങനെയൊക്കെ സമ്മതിപ്പിക്കുകയും ചെയ്യും. മനസ്സില്ലാ മനസ്സോടെ സോറോ അതിന് ഓക്കെ പറയും. തന്റെ ലക്ഷ്യം നേടിയെടുക്കാനും ലൂഫിയുടെ ആഗ്രഹം സഫലമാക്കാനും സോറോ ലൂഫിയുടെ ആദ്യത്തെ ക്രൂ മെമ്പറായി സ്ട്രോ ഹാറ്റ്സിൽ ചേരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകെ ആ ദിവസം വന്നു ചേർന്നു, മീഹോക്കുമായുള്ള ആ കൂടിക്കാഴ്ച. അന്ന് മീഹോക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വാൾപ്പയറ്റുകാരനാണ്. അവനെ കണ്ടപാടെ സോറോ അവനെ തോപ്പിക്കാന്നുള്ള മൈൻഡായി. മീഹോക്കിന്റെ പവറിനെ പറ്റി സോറോയ്ക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. എങ്ങനെങ്കിലും മീഹോക്കിനെ തോപ്പിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച സോർട്സ്മാൻ ആകണം, അതായിരുന്നു സോറോയുടെ മൈൻഡിൽ. സോറോയും അന്ന് ഒട്ടും ചെറുതല്ല. അവന്റെ പേര് കേട്ടാലും അന്ന് എനിമീസ് കിടുകിട വിറക്കുക തന്നെ ചെയ്യും. മീഹോക്കാകട്ടെ അവനൊരു എനിമിയായി പോലും കൺസിഡർ ചെയ്യുന്നുമില്ല. ഓക്കെ, എന്തേലും കാണിക്കുന്നുള്ള മട്ടില് മീഹോക്ക് തന്റെ പേനാക്കത്തി എടുത്ത് സോറോയുടെ 3 വാളിന് മുന്നിൽ ഫൈറ്റ് ചെയ്യും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വാൾ ഉപയോഗിച്ചിട്ടും സോറോയ്ക്ക് മീഹോക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒട്ടും വൈകാതെ മീഹോക്ക് സോറോയുടെ നെഞ്ചിൽ കുത്തും. അപ്പോഴാണ് ശരിക്കും സോറോയ്ക്ക് മീഹോക്ക് ആരാണെന്ന് മനസ്സിലാകുന്നത്. മീഹോക്കിനും സോറോയെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു. മീഹോക്കും കരുതുന്നത് മരണം തന്നോട് അടുക്കുമ്പോൾ പേടിച്ചോടുന്നൊരു സാധാരണ എനിമിയാണ് സോറോ എന്നാണ്. പക്ഷെ മീഹോക്കിനെ അമ്പരിപ്പിച്ച് സോറോ പറഞ്ഞു, ഒരു സോർട്സ്മാൻ ഏറ്റവും നാണക്കേട് എനിമിയുടെ വാൾ അവന്റെ പുറത്ത് കൊള്ളുമ്പോഴാണെന്ന്. അതായത് വാള് വീശി വരുന്ന എനിമിയുടെ മുന്നിൽ പുറം തിരിഞ്ഞ് ഓടുന്നവനാണ് യഥാർത്ഥ ഭീരുവെന്ന്. ഇത് പറഞ്ഞു സോറോ നെഞ്ചി വിരിച്ച് മീഹോക്കിന് മുന്നിൽ നിന്നു. ഇത് കണ്ടെന്ന് മീഹോക്കിന് സോറോയുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. യൊറു എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ തന്റെ വാളുകൊണ്ട് മുറിവേൽക്കാൻ സോറോ അർഹനാണെന്ന് മീഹോക്കിന് മനസ്സിലായി. മീഹോക്ക് അവന്റെ നെഞ്ചിൽ മുറിവേൽപ്പിച്ച് ജീവനോടെ തന്നെ സോറോയെ വിട്ടു. അന്ന് സോറോ പ്രതിജ്ഞ ചെയ്തു, എന്റെ ക്യാപ്റ്റൻ പൈററ്റ് കിങ് ആകുന്നവരെയും ഞാൻ മികച്ച സോർട്സ്മാൻ ആകുന്നവരെയും ഒരുത്തന്നെ മുന്നിലും തോൽക്കില്ല എന്ന്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം സോറോയുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന്. മരണം തന്നോട് അടുത്തപ്പോഴും പുള്ളിക്കാരങ്ങനെ തിരിഞ്ഞോടുന്ന ടൈപ്പൊന്നുമല്ല. തിരിഞ്ഞോടുന്നതിൽ നല്ലത് മരിക്കുന്നത് തന്നെയാണെന്നുള്ള മൈൻഡാണ് പുള്ളിക്കാരനുള്ളത്. തിരിഞ്ഞോടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ത്രില്ലർ ബാർക്കിലെ സീൻ നമുക്ക് ഓർമ്മ വരുന്നത്. ലൂഫിയും സംഘവും ഗെക്കോമോറിയായിട്ട് ഓർസുമായിട്ടൊക്കെ ഫൈറ്റ് ഉണ്ടാക്കി ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. അതായത് ഏത് നിമിഷവും മരിക്കാമെന്നുള്ള മട്ടിൽ ലൂഫി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്താണ് വില്ലനായ കൂമ അവിടേക്ക് വരുന്നത്. സാഞ്ചിയും ലൂഫിയായിരുന്നു അവസാനം ഫൈറ്റ് ഉണ്ടാക്കി ക്ഷീണിച്ച് കിടക്കുന്നത്. ഒരു കാരണവശാലും ഇവരെ കൊണ്ട് ഇനി എണ്ണിട്ട് ഫൈറ്റ് ചെയ്യാനേ പറ്റില്ല. കൂമ അവനെ കൊല്ലാൻ വേണ്ടി തുടങ്ങും. സെക്കൻഡുകൾക്കുള്ളിൽ സോറോ ഇടയ്ക്കേറി ഒരു വെട്ടൽ അവനെ വെട്ടും.
അപ്പോഴാണ് സോറോയ്ക്ക് മനസ്സിലാകുന്നത് കൂമ ഒരു സാധാരണ മനുഷ്യനല്ല. കൂമയുടെ പവേഴ്സിന് മുന്നിൽ സോറോയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാനേ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ലൂഫി എന്ന് തന്റെ ക്യാപ്റ്റനെ വില്ലനായ കൂമയ്ക്ക് വിട്ടുകൊടുക്കുക. ആരെങ്കിലും കൊന്നിട്ടേ പോകുന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന കൂമയോട് നിനക്കെന്ന ഒരാളുടെ തല ഞാൻ തരാമെന്ന് സോറോ പറയും. കൂമ അത് ഓക്കെ എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് സോറോ വീണ്ടും കൂട്ടിച്ചേർക്കും, എന്റെ ക്യാപ്റ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങൾക്ക് ഒരർത്ഥവുമില്ലെന്ന്. നിനക്ക് വേണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകുന്ന ഒരാളുടെ തല തരാന്ന്, നിനക്ക് എന്നെ കൊല്ലാന്ന്. ആ സ്പോട്ടിൽ തന്നെ ക്രൂവിലേക്ക് പുതിയ കുക്കിനെ കണ്ടുപിടിച്ചോ, ഞാൻ മരിക്കുക എന്നുള്ള രീതിയിൽ സാഞ്ചി വരും. എന്നിട്ട് കൂമയുടെ ഫ്രണ്ടിൽ കയറി എന്നെ കൊന്നൊന്ന് സാഞ്ചിയും പറയും. മറിച്ചൊന്നും ചിന്തിക്കാതെ സോറോ പുറകിൽ നിന്ന് സാഞ്ചി അടിച്ചങ്ങ് ബോധം കെടുത്തു. ലൂഫിയെ രക്ഷിക്കാനായി അവൻ സഹിച്ച പെയിൻ മൊത്തം തന്റെ ശരീരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സോറോ പറയും. കൂമയുടെ ഡബിൾ ഫ്രൂട്ട് വെച്ച് ലൂഫി അനുഭവിച്ച ഒരു പെയിന്റെ കണിക സോറോയുടെ ദേഹത്തോട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേ അവന് മനസ്സിലാകും എന്ത് കഠിനമാണ് ലൂഫി അനുഭവിച്ച വേദനയെന്ന്. റബ്ബറിന്റെ പവർ ഉള്ളത് കൊണ്ട് തന്നെ ലൂഫിക്ക് സാധാരണ മനുഷ്യനേക്കാൾ നല്ല പോലെ പെയിൻ ടോളറൻസ് കൂടുതലാണ്. സോറോയ്ക്കാകട്ടെ അത് മരണവേദനയും. അവൻ അനുഭവിച്ച എല്ലാ വേദനയും സോറോ തന്റെ ശരീരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഉണർന്നു വരുന്ന സാഞ്ചി നമ്മുടെ സോറോയെ തപ്പും. സോറോയെ കണ്ടുപിടിച്ച് അവന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനിങ്ങനെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ജീവൻ പോകുന്ന വേദന സഹിച്ചിരിക്കുന്ന സോറോയോട് സാഞ്ചി ചോദിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ഒന്നും തന്നെ സംഭവിച്ചില്ലെന്ന് സോറോ അതിന് മറുപടിയെ കൊടുക്കും. തന്റെ ക്രൂവിന് വേണ്ടി ഇത്രയേറെ വേദന സഹിച്ചിട്ടും അത് മറ്റാരും അറിയരുതെന്ന് സോറോ ആഗ്രഹിക്കും. ക്രൂവിലെ എല്ലാവർക്കും വേണ്ടി സോറോ സഹിച്ചത് ജീവൻ പോകുന്ന വേദനയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ ഒരുപാട് പോകും. ചുറ്റുപാടുമുള്ള എനിമീസ് എല്ലാം ശക്തരാകും. തന്റെ ക്രൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശക്തനാകുന്ന അനിവാര്യമാണെന്ന് സോറോയ്ക്ക് നല്ലപോലെ മനസ്സിലാകും. സോറോ എത്തിച്ചേരുന്നത് മീഹോക്കിന്റെ അടുത്തേക്കായിരുന്നു. തന്നെ സ്ട്രോങ്ങർ ആകാൻ സഹായിക്കണമെന്നും തനിക്ക് മികച്ച സ്പോർട്സ്മാൻ ആകണമെന്നും മീഹോക്കിന്റെ ഒക്കെ സോറോ പറയുന്നു. അതായത് മീഹോക്കിനെ തോൽപ്പിക്കാൻ മീഹോക്ക് തന്നെ സഹായിക്കണമെന്ന്. മീഹോക്ക് ആദ്യം പറ്റില്ലെന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് സോറോയെ തന്റെ ശിഷ്യനായി സ്വീകരിക്കും. 2 വർഷത്തെ കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ സോറോയ്ക്ക് ഹാക്കി പവർ സ്വന്തമാകും. അങ്ങനെയാണ് ടൈം സ്കിപ്പിന് ശേഷം സോറോ അത്രയും പവർഫുൾ ആയിട്ട് മാറിയതും. അതുപോലെ ഒരിക്കലും മറക്കാത്ത ഒരു സീൻ കൂടെ ഓടെ നമുക്കായിട്ട് തന്നിട്ടുണ്ട്. സോറോയെ അങ്ങ് പീക്ക് ലെവൽ എത്തിച്ചൊരു സാധനം വരുന്നത്. അതായത് ലൂഫി ഷിപ്പിലില്ലാതെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എഗ്ഹെഡിലോട്ട് പോകുന്ന ടൈമായിരുന്നത്. വെഗാപങ്ങിന്റെ ക്ലോൺ ആയിട്ടുള്ള ലില്ലിത്ത് സ്ട്രോഹാറ്റ് ഷിപ്പ് വളയും. ഗടാഗടിയന്മാരായിട്ടുള്ള സീ മോൺസ്റ്റേഴ്സുമായിട്ടാണ് ലില്ലിത്ത് വളയുന്നത്. ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ടിങ് കിട്ടാത്തതുകൊണ്ട് തന്നെ കിട്ടുന്നവരെ എല്ലാം കൊള്ളയടിച്ച് ഫണ്ട് കളക്ട് ചെയ്യാന്നുള്ള മൈൻഡിലാണ് ലില്ലിത്ത് നിൽക്കുന്നത്. ആ ടൈമാണ് ലില്ലിത്ത് ഫോണിലൂടെ ഷാക്ക എന്ന് പറയുന്ന വേറൊരു ക്ലോണിന്റെ സംസാരിക്കുന്നത്. നീ എന്തായി കാട്ടുന്നതെന്ന് ക്ലോൺ ആണെങ്കിൽ ലില്ലിത്തിന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട്. ലില്ലിത്ത് പറയുന്നുണ്ട് എന്താ കണ്ടാൽ മനസ്സിലായില്ലേ, ഞാൻ ഇവരുടെ ഷിപ്പ് കൊള്ളയടിക്കാൻ പോവാന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വെറും ഷിപ്പല്ല, അവരുടെ ക്യാപ്റ്റൻ ഇപ്പൊ എംബറർ ആയതേ ഉള്ളൂ, അത് സ്ട്രോഹാറ്റ് പൈററ്റ്സിന്റെ ഷിപ്പാണെന്ന്. ആഹാ എംബറാണോ എങ്കിൽ കൊള്ളാമല്ലോ, കൂടുതൽ ഫണ്ടിങ് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള മൈൻഡില് ലില്ലിത്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തന്നെ പ്ലാൻ ഇട്ടു. അപ്പൊ അപ്പുറത്തുനിന്ന് ക്ലോൺ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ ആ ഷിപ്പിലേക്ക് ഒന്ന് നോക്കാനെന്ന്. അവൾ നോക്കുമ്പോൾ ഷിപ്പിന് മുകളിൽ ഒരാൾ വളരെ ശാന്തമായിട്ട് ഒരു പേടിയും കൂടാതെ നിൽക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയും ആ ഷിപ്പിൽ നിൽക്കുന്ന ആൾ എന്ത് കാമായിട്ടാണ് നിൽക്കുന്നതെന്ന് കണ്ടോന്ന്. അവിടെ നോക്കുമ്പോൾ ശരിയാണ്, ഇത്രയും വലിയ സീ മോൺസ്റ്റേഴ്സുമായിട്ട് വളഞ്ഞിട്ടും അവനൊരു കുലുക്കം പോലും ഇല്ല. അവർക്ക് ശരിക്കും പുള്ളിക്കാരൻ എന്താ പറയുന്നത് നേരെയോ മനസ്സിലാകുന്ന പോലും ഇല്ല. ആരെയെ കൊള്ളയടിക്കാൻ പോകുന്നൊന്നും അറിയില്ലായിരുന്നു. പുള്ളിക്കാരൻ എന്നിട്ട് പറയും ആ നിൽക്കുന്നതാണ് പൈററ്റ് ഹണ്ടർ സോറോ. അവന്റെ ബൗണ്ടി എന്ന് പറയുന്നത് 1.111 ബില്യൺ ബാരീസ് ആണ്. അങ്ങനെ വളരെ ശാന്തനായി നിൽക്കാൻ കാരണം ആ ദൂരത്ത് നിന്ന് പോലും ഇൻസ്റ്റന്റ്ലി നിന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുമെന്ന്. സോറോയുള്ള ഓരോ മൊമെന്റിലും മാസമായിട്ട് ചിത്രീകരിക്കാൻ ക്രിയേറ്റർ മാക്സിമം ശ്രമിക്കാറുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ ക്യാരക്ടറിനെ ഓടെ ക്രിയേറ്റ് ചെയ്തത്. സോറോയുടെ പവേഴ്സും അവനെ മറ്റ് ക്യാരക്ടറിൽ നിന്നെല്ലാം വ്യത്യാസമാക്കുന്നുണ്ട്. സന്റോറിയോ എന്ന 3 sword സ്റ്റൈൽ അവന് മാത്രം ഉള്ളതാണ്. കുയിനെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാൾ അവൻ അവന്റെ 3ാമത്തെ വാളായി ഉപയോഗിച്ച് എനിമി അറ്റാക്ക് ചെയ്യും. ആ വാളിനെ അവൻ കേവലം ഒരു വാളായിട്ട് മാത്രമല്ല, കുയിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റും വാട വിച്ചിമാഞ്ചി എന്ന വാളിനോട് അവനുണ്ട്. അതുപോലെ തന്നെ സോറോയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള എബിലിറ്റിയാണ് ആർമമെന്റ് ഹാക്കി. നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ എനർജിയെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെ പല സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ ആർമമെന്റ് ഹാക്കി എന്ന് പറയുന്നത്. പവർഫുൾ ആയിട്ടുള്ള മിക്ക കഥാപാത്രങ്ങൾക്കും ഈ ഹാക്കി പവർ കൊടുത്തിട്ടുമുണ്ട്. ഇത് കൂടാതെ കോൺഗ്രസ് ഹാക്കിയും ഒബ്സർവേഷൻ ഹാക്കിയും സോറോയ്ക്കുണ്ട്. കോൺകറേഴ്സ് ഹാക്കി എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് വൺ പീസിൽ. അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. ചുറ്റുപാടുമുള്ളവരുടെ വിൽ പവറിനെ വീക്ക് ആക്കി കളയുന്ന ഒരുതരം എബിലിറ്റിയാണ് ഈ കോൺഗ്രസ് ഹാക്കി എന്ന് പറയുന്നത്. എന്നാൽ ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത് എനിമിയുടെ അറ്റാക്കുകൾ പ്രെഡിക്റ്റ് ചെയ്യാനും ഒപ്പോണൻസിന്റെ മൂവ്മെന്റ്സിനെ ക്യാപ്ചർ ചെയ്യാനും ഇമോഷൻസ് പ്രസൻസ് ഇതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഹാക്കി പവറാണ്. ഇതിലെ കോൺഗ്രസ് ഹാക്കിയും ആർമമെന്റ് ഹാക്കിയും അവന് തന്റെ വാളിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് എനിമിയായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുകളുമുണ്ട്. അതുപോലെ ഒടുക്കത്തെ ഫിസിക്കൽ സ്ട്രെങ്ത്തും പെയിൻ ടോളറൻസും ഉള്ളൊരു കഥാപാത്രമാണ് ഈ സോറോ എന്ന് പറയുന്നത്. ക്രൂവിലെ മറ്റു മെമ്പേഴ്സ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ടൈമും സോറോ അവിടെ കഠിനമായിട്ട് ട്രെയിൻ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ജനറ്റിക് എൻഹാൻസ്മെന്റോ ഡബിൾ ഫ്രൂട്ടിന്റെ പവറോ ഇല്ലാതെ ശക്തമായ ട്രെയിനിങ്ങുകൾ കൊണ്ട് മാത്രം ഇത്ര പവർഫുള്ളായി മാറിയ ആളാണ് സോറോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സോറോ ഇഷ്ടമാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് താഴെ ജസ്റ്റ് കമന്റ് ചെയ്യുക.